ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ചാവടി കഴിഞ്ഞോ? എൻ്റെ ചാവടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഒറ്റപ്പാലം പോകാൻ നിൽക്കുകയാണ്. മുല്ലപ്പൂ കണ്ടു ഗായ്സ്, മുല്ലപ്പൂ എൻ്റെ ഫ്രണ്ട് കൊടുന്നെന്താ കോർത്തിട്ടൊക്കെ. പിന്നെ ഒറ്റപ്പാലം വരെ പോകണം. അപ്പോൾ ഒരു കുഞ്ഞ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കേ, അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഓക്കേ. എൻ്റെ സിംബക്കുട്ടി നല്ല ഉറക്കാണ്. നോക്ക് സിംബ, അതിൻ്റെ മേത്ത് ചളിയുണ്ട്. മിഞ്ഞാന്ന് കുളിപ്പിച്ചാണ്. ഈ അയൽവക്കത്തുള്ള തൊടികളും എല്ലോടും നടന്ന് അതിൻ്റെ കോൽ നോക്ക്. മീശ നമുക്ക് പിരികം വരച്ചു കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മോന്ത കണ്ടോ? സിംബ സിംബ ഡാ അനങ്ങണ്ട് നോക്ക്. സിംബക്കുട്ടി രക്ഷയില്ല. ഗായ്സ്, നിങ്ങൾക്കൊരു കാഴ്ച കാണണോ? കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഒരു സന്തോഷ വാർത്ത ഒക്കെ വേണമെങ്കിൽ പറയാം. അയ്യോ, കമ്മലിടാൻ മറന്നു. ഗായ്സ് കണ്ടോ? മുന്തിരി വള്ളി ഇതുണ്ടോ? ഇങ്ങനെയുണ്ട്. ഇപ്പം വലുതാവുമ്പോഴേക്ക് എന്താവുന്നതെന്ന് എനിക്കറിയത്തില്ല. അതാ കണ്ടോ മുന്തിരി. ഗായ്സ് നോക്കൂ ഗായ്സ്, മുന്തിരിൻ്റെ ആയിരിക്കും. 3 സ്ഥലത്തേക്ക് പോവാനുണ്ട്. അപ്പോൾ ഓരോരോരോരോരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം കേട്ടോ. എൻ്റെ മിറാക്കിൾ ഫ്രൂട്ട് കണ്ടുണ്ടായിരിക്കുന്നത് അതാ ഉണ്ടോ. അപ്പം ഗായ്സ്, നമ്മൾ ഒറ്റപ്പാലം പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ വണ്ടി ഹോട്ടൽ നീളയുടെ സൈഡിലേക്ക് നിർത്തി. അപ്പോൾ എനിക്ക് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞാനും അസിമോളും കേട്ടോ, ഞങ്ങൾ 2 പേരും കൂടി ബാങ്കിലേക്ക് പോയി. പിന്നെ കുറച്ച് പട്ടിഷോ കുറച്ചറിയാത്ത പോലെയൊക്കെ അഭിനയിച്ച് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അസിന് പിന്നെ നേരെ ഇടാൻ പാടില്ലല്ലോ, കണ്ണും ചുണ്ടും മൂക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ, ഒറ്റപ്പാലം. അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി നമ്മൾ ആവശ്യം കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ തുണിക്കടയിൽ പോയിട്ട് ഡ്രസ്സ് നോക്കാച്ചിട്ട് പോയതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ ഗൈസ്. ഒരുപാട് സെലക്ഷനുണ്ട്. റോയൽ വിലക്കുറവാണ്, അടിപൊളിയാണ്. ഇത് പിന്നെ നമുക്കറിയാലോ, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് അസിമോൾക്കും ഡ്രസ്സ് എടുക്കണം, എനിക്കും ഡ്രസ്സ് എടുക്കണം. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഡ്രസ്സൊക്കെ പോയി നോക്കി. പിന്നെ അവിടുത്തെ ചേച്ചിമാർ നമ്മൾ ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് മടുപ്പൊന്നുമില്ല കേട്ടോ, അവരെത്ര വേണമെങ്കിലും നമുക്ക് എടുത്തു തരും. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവല്ലേ, വേണ്ടി ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് പറഞ്ഞ് വെച്ചൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എടുത്തത് വേറെ. അങ്ങനെ അസിൻ പോയി ബില്ലൊക്കെ പേ ചെയ്തു. ഞാൻ അവിടെ നിന്ന് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ ഇറങ്ങി പോയി. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ലേറ്റായി കഴിക്കാൻ പറഞ്ഞിട്ട് അതാ മേടിച്ചുള്ളൂ. ഹെവി ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ഒരു ലൈം ജ്യൂസും പറഞ്ഞു, അതും കുടിച്ചു. വയറങ്ങോട്ട് നിറഞ്ഞു. 2ാം പ്രാവശ്യം മേടിച്ചു കിട്ടോ എണ്ണ പലഹാരമൊക്കെ, പക്ഷെ അത് കാണിച്ചില്ല. ഇനിയിപ്പോൾ കുറേ കഴിച്ചു എന്ന് വിചാരിക്കണ്ട പറഞ്ഞിട്ട്. ലൈം ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ എപ്പോൾ ഒറ്റപ്പാലം പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ പോയി കഴിക്കും. പിന്നെ അങ്ങനെ തിരിച്ച് വരുമ്പോൾ കൃഷ്ണ ബേക്കറി കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പോഴേക്കും മസിന് കേക്ക് തിന്നാനുള്ള പൂതി വന്നു. അപ്പോൾ ഒരു കുഞ്ഞ് പീസ് കേക്ക് മേടിച്ചു കൊടുത്ത്. എന്നിട്ട് അവിടെ നിന്ന് ബേക്കറി, മിച്ചർ, അങ്ങനെ കുറച്ച് നല്ല ഐറ്റംസൊക്കെ മേടിച്ച് നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. എങ്ങനെയുണ്ട്?
നമ്മൾ ലക്കിടി പോണ വഴിയാണ്. രസമല്ലേ ഗായ്സ്? അങ്ങനെ നമ്മൾ നമ്മളുടെ തേക്കുംതൊടി തിരിയാൻ പോവുകയാണ് ഗായ്സ്. ഇതാണ് നമ്മൾ ഈ മൂന്നും കൂടി ജംഗ്ഷനിൽ നമ്മൾ റൈറ്റിലേക്ക് തിരിയണം. അപ്പം ഇതാണ് നമ്മുടെ വഴി. ശാന്ത സുന്ദരമായ സ്ഥലമാണ്. എന്തൊരു രസമാണെന്ന് ഇവിടെ. വേറെ ലെവലാട്ടോ. അത് ലക്കിടി സൂപ്പറാണ്.